കേരളത്തിൽ PM റാഹത്ത് പദ്ധതി നടപ്പാക്കുന്നു. വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് ഇനി 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ. നടപ്പാക്കുന്നത് മുൻ സർക്കാർ നീട്ടിവെച്ച പദ്ധതി. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PM റാഹത്ത് പദ്ധതി കേരളത്തിലും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അപകടത്തിൽപ്പെടുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചികിത്സയ്ക്ക് തടസ്സമാകാതിരിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതോടെ അപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് 1.5 ലക്ഷം രൂപ വരെ പൂർണ്ണമായും പണരഹിത ചികിത്സ ലഭ്യമാകും. അപകടം സംഭവിച്ചാൽ ആദ്യ മണിക്കൂറുകൾ ചികിത്സയുടെ കാര്യത്തിൽ ഏറ്റവും നിർണായകമാണ്. ചികിത്സ വൈകുന്നതാണ് പലപ്പോഴും മരണത്തിനും ഗുരുതരമായ വൈകല്യങ്ങൾക്കും കാരണം. ഈ സാഹചര്യത്തിലാണ് അപകടം നടന്ന നിമിഷം മുതൽ ആശുപത്രിയിലെ അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതി പ്രകാരം വാഹനാപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചതിന് ശേഷം 7 ദിവസം വരെ അല്ലെങ്കിൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശുപത്രികളിൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപകട സമയത്ത് രോഗിയുടെയോ കുടുംബത്തിന്റെയോ കയ്യിൽ പണമില്ലെന്ന കാരണത്താൽ ചികിത്സ മുടങ്ങേണ്ട സാഹചര്യം ഇതോടെ ഒഴിവാകും. പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത സങ്കീർണമായ അപേക്ഷാ നടപടികളോ മുൻകൂർ രജിസ്ട്രേഷനോ ആവശ്യമില്ല എന്നതാണ്. അപകടം വാഹനാപകടമാണെന്ന് പോലീസും ആശുപത്രി അധികൃതരും സ്ഥിരീകരിച്ചാൽ ചികിത്സാ ചിലവ് പദ്ധതിയുടെ പരിധിയിൽ ലഭ്യമാകും. അതിനാൽ അപകടത്തിൽപ്പെടുന്നവർക്ക് ചികിത്സ ലഭിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല. ഈ പദ്ധതി കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കിയിരുന്നില്ല. ചികിത്സാ ചിലവുകൾ കണക്കിലെടുക്കുമ്പോൾ 1.5 ലക്ഷം രൂപയുടെ പരിധി അപര്യാപ്തമാണെന്നും തുക വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട മുൻ LDF സർക്കാർ പദ്ധതി നടപ്പാക്കുന്നത് നീട്ടിവെച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങളും മരണനിരക്കും കണക്കിലെടുത്ത് പദ്ധതി ഉടൻ നടപ്പാക്കാൻ പുതിയ UDF സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ഓരോ വർഷവും 4000-ലധികം പേരാണ് കേരളത്തിൽ വാഹനാപകടങ്ങളിൽ മരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുരുതര പരിക്കുകളും സ്ഥിരമായ വൈകല്യങ്ങളും സംഭവിക്കുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്നത് മരണനിരക്ക് കുറയ്ക്കാൻ നിർണായകമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടൊപ്പം റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരവധി നടപടികളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. അപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകളും കർശനമാക്കും. സാമൂഹിക സുരക്ഷാ നടപടികളുടെ ഭാഗമായി KSRTC ബസ് ഇടിച്ച് പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ 40% അതിലധികമോ ഭിന്നശേഷിയുള്ളവർക്ക് KSRTC യാത്രാ ഇളവ് ലഭിക്കുന്നതിനുള്ള വാർഷിക വരുമാന പരിധി 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയായി ഉയർത്താനും തീരുമാനമായിട്ടുണ്ട്. അപകടം സംഭവിച്ചാൽ ചികിത്സ വൈകാതെ ലഭ്യമാക്കുകയും പണത്തിന്റെ അഭാവം മൂലം ഒരു ജീവനും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് PM റാഹത്ത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് പദ്ധതി പൂർണ്ണ തോതിൽ നടപ്പിലാകുന്നതോടെ 100 കണക്കിന് വിലപ്പെട്ട മനുഷ്യജീവനുകൾ രക്ഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യ ഗതാഗത വകുപ്പുകൾ.